Hi friends, I am Dr. Rajendran, CMO ദീപം ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗർഭിണികൾ കഴിക്കേണ്ട ഭക്ഷണത്തിനെ പറ്റിയാണ്. ഒരു കുട്ടി ഗർഭിണിയാകുമ്പോൾ തൊട്ട് അവൾക്ക് ഉപദേശങ്ങളുടെ ഒരു പ്രളയമാണ്. അതിൽ ഒരു ഉപദേശമാണ്, മോളെ നീ 2 പേര് കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ ഗർഭിണി പോഷക ഗുണമുള്ള ഭക്ഷണം സമയാസമയം കഴിക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഗർഭിണി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണം ഈ ഉള്ളിൽ വളരുന്ന കുട്ടിക്ക് വേണ്ട ശാരീരിക വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനും എല്ലാം വേണ്ട സംഗതികളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഗർഭിണി ആയിരിക്കുമ്പോൾ അമ്മ പോഷക ഗുണമുള്ള ആഹാരം ആവശ്യത്തിന് കഴിക്കുക. അതാണ് ഈ കുട്ടിക്ക് വേണ്ടി അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. അമ്മ നല്ലപോലെ ഭക്ഷണം കഴിക്കുക, അതാണ് കുട്ടിക്കുള്ള സമ്മാനം. അപ്പോൾ ആദ്യമായിട്ട് ഗർഭകാലത്ത് വേണ്ട വിറ്റാമിനുകളെ പറ്റി പറയാം. ഒന്നാമതായിട്ട് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് അമ്മയ്ക്ക് രക്തക്കുറവുണ്ടാകാതിരിക്കാൻ വളരെ ആവശ്യമാണ്. അതുപോലെ അംഗവൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങൾ, പിന്നെ പ്രഷർ ക്രമാതീതമായിട്ട് കൂടാതിരിക്കാൻ ഇതിനെല്ലാം ഈ ഫോളിക് ആസിഡ് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയാകുന്നതിനൊരു 3 മാസം മുമ്പ് തൊട്ട് നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിക്കണം. അപ്പോൾ ഇത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും, എങ്കിലും അത് തികയത്തില്ല. അപ്പോൾ കുറച്ച് സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. ഇത് 5 മില്ലിഗ്രാം ഗുളികകൾ അവൈലബിളാണ്. അപ്പോൾ ഡെയിലി ഓരോ ഗുളിക ഒരു ഗർഭിണിയാകുന്നതിനൊരു 3 മാസം മുമ്പ് തൊട്ട് കഴിക്കുക. ഇനി ഇതുള്ള ഭക്ഷണങ്ങൾ, ഈ ഫോളിക് ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങളെന്ന് പറയുന്നത് ഇലക്കറികൾ, പിന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ എല്ലാം തന്നെ ഫോളിക് ആസിഡ് ആവശ്യത്തിനുണ്ട്. പിന്നെ തവിട് കളയാത്ത അരി, ഹോൾ വീറ്റ് ആട്ട, ഇതെല്ലാം ഫോളിക് ആസിഡ് ധാരാളമുള്ള ഭക്ഷണങ്ങളാണ്. ഇനി അടുത്തത് ഗർഭിണിക്ക് വേണ്ടത് കാൽഷ്യം. കാൽഷ്യം കൂടുതലായിട്ടുള്ളത് പാലിലാണ്. അപ്പോൾ ഈ ഗർഭിണി മിനിമം ഒരു 2 ഗ്ലാസ് പാലെങ്കിലും ഡെയിലി കുടിക്കുക. പിന്നെ ഈ മുള്ള് കളയാതെ കഴിക്കുന്ന കൊച്ചു കൊച്ചു മത്സ്യങ്ങൾ, അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കാൽഷ്യമുണ്ട്. കക്ക ഇറച്ചി, ഞണ്ട്, പിന്നെ ഇലക്കറികൾ, ഇതിലൊക്കെ ആവശ്യത്തിന് കാൽഷ്യമുണ്ട്. ഇതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു നല്ല രീതിയിൽ കാൽഷ്യം കിട്ടും, എങ്കിലും കുറച്ച് സപ്ലിമെൻ്റ് ആവശ്യമാണ്. ഗർഭകാലത്ത് സപ്ലിമെൻ്റ് ആവശ്യമാണ്. അപ്പോൾ അതിന് പലതരം കാൽഷ്യം ഗുളികകളുണ്ട്. അതിൽ ഒരു ഗുളികയെങ്കിലും ഡെയിലി. അപ്പോൾ ഗർഭിണി ആൻറ്റിനേറ്റൽ ചെക്കപ്പിന് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഒന്നുകിൽ ആശുപത്രിയിൽ നിന്ന് തരും, അല്ലെങ്കിൽ കുറിച്ച് തരും. അപ്പോൾ അത് യാതൊരു കാരണവശാലും മുടങ്ങാതെ കഴിക്കണം. അപ്പോൾ അത് കഴിച്ചു തുടങ്ങേണ്ടത് ഒരു ആദ്യത്തെ ഛർദി മനംപുരട്ടൽ എൻ്റെ ഒരു 3 മാസമുണ്ട്. അത് കഴിഞ്ഞ് 3 മാസം തൊട്ട്, ഗർഭിണിയായി കഴിഞ്ഞ് 3 മാസം തൊട്ട് ഈ ഗുളിക കഴിച്ചു തുടങ്ങണം. ഈ കാൽഷ്യത്തിൻ്റെ ഒരു പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഈ കുട്ടികളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്കാണ്. അപ്പോൾ ഗർഭിണി മനസ്സിലാക്കേണ്ടത് യാതൊരു കാരണവശാലും കാൽഷ്യം ഗുളികയും കാൽഷ്യം ചേർന്ന ആഹാരവും കുറക്കരുത്. ഇനി അടുത്തതായിട്ട് അയൺ. അയണിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിളർച്ച, അമ്മയ്ക്കും കുഞ്ഞിനുമൊക്കെ വിളർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള
ആഹാരം. അപ്പോൾ ഇത് കിട്ടുന്ന ആഹാരം എന്ന് പറയുന്നത് ഇലക്കറികൾ, പിന്നെ ചക്കര, പഞ്ചസാരേനേക്കാളും കൂടുതൽ ചക്കരയിലുണ്ട്, പിന്നെ ഓൾ വീറ്റ് ആട്ട, തവിട് കളയാത്ത അരി, പിന്നെ ഡേറ്റ് ഫ്രൂട്ടിലൊക്കെ അയൺ കണ്ടൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ഇഷ്ടം പോലെ അയണുണ്ട്. അപ്പോൾ പക്ഷേ ഇത് മാത്രം കൊണ്ട് പോരാ. ഒരു ഗർഭിണി ആയിരിക്കുമ്പോൾ കുറച്ച് സപ്ലിമെൻ്റ് ആവശ്യമാണ്. അതിന് പലതരം ഗുളികകൾ അവൈലബിളാണ്. അത് ആൻറ്റിനേറ്റൽ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ കുറിച്ച് തരും. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് തരും, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കുറിച്ച് തരും. ഇനി അടുത്ത ഇതെന്ന് പറയണത്, ഈ ഗർഭിണി ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ അവർക്ക് B12 സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ B12 ഒരു വെജിറ്റേറിയൻ ഭക്ഷണത്തിലും അവൈലബിൾ അല്ല. അത് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിലാണ്. അപ്പോൾ ഈ ഗർഭിണി പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇത് ഇഞ്ചക്ഷനായിട്ടോ ഒക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ വേണ്ട വിറ്റാമിനുകളാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി കൂടുതൽ കിട്ടുന്ന ഭക്ഷണങ്ങളെന്ന് പറയണത് ഈ നെല്ലിക്കയുടെ അകത്ത് ഇഷ്ടം പോലെ വിറ്റാമിൻ സി ഉണ്ട്. അതുപോലെ തന്നെ ഈ പുളിയുള്ള പഴങ്ങൾ, ഈ നാരങ്ങ വർഗത്തിലുള്ള പഴങ്ങൾ, ചെറുനാരങ്ങ, ഓറഞ്ച്, മുസാമ്പി, ഇതിലൊക്കെ ഇഷ്ടം പോലെ വിറ്റാമിൻ സി ഉണ്ട്. അതുപോലെ തന്നെ ഇലക്കറികളിൽ നല്ലപോലെ വിറ്റാമിൻ സി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ കഴിക്കണം. പിന്നെ അടുത്ത വിറ്റാമിൻ ആവശ്യമായിട്ട് ഗർഭിണിക്ക് ആവശ്യമുള്ള വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ഉള്ളതെന്ന് പറയണത് പാലിലുണ്ട്, അതുപോലെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ ഈ പച്ച നിറത്തിൽ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളിലെല്ലാം വിറ്റാമിൻ എ ഉണ്ട്. അതെന്ന് പറയുന്നത് പപ്പായ, പൈനാപ്പിൾ, ടൊമാറ്റോ, ഇതുപോലുള്ള സംഗതി. പിന്നെ പച്ചക്കറിയുടെ അകത്ത് ക്യാരറ്റിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ എ ഉണ്ട്. പിന്നെ ഈ കോഡ് ലിവർ ഓയിൽ, ഷാർക്ക് ലിവർ ഓയിൽ, ഇതിലൊക്കെ ധാരാളം വിറ്റാമിൻ എ ഉണ്ട്. പിന്നെ അടുത്ത വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന്. ശരീരത്തിൽ സൂര്യപ്രകാശം വീഴ്ത്തുക, അത്രേ അതിനാവശ്യമുള്ളൂ. അപ്പോൾ അത് ഒരു 11 മണി തൊട്ട് 3 മണി വരെയുള്ള സൂര്യപ്രകാശത്തിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മുടെ ശരീരത്തിൽ വീഴാൻ അനുവദിക്കുക. ഗർഭിണിയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും 15 മിനിറ്റെങ്കിലും. അപ്പോൾ ഇവിടെ ഇത് കിട്ടാതെ വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരീരം മൊത്തം ക്ലോത്ത് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കും, വെയിലത്തിറങ്ങാത്തവർ, ഇവർക്കൊക്കെ സപ്ലിമെൻ്റ് ചെയ്തേ പറ്റൂ, ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിലെല്ലാം ഇഷ്ടം പോലെ വിറ്റാമിൻ ഡി ഉണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ലിവർ ഓയിൽ, കോഡ് ലിവർ ഓയിൽ, ഇതിലുമൊക്കെ വിറ്റാമിൻ ഡി ധാരാളമുണ്ട്. വെജിറ്റേറിയൻ ആണെങ്കിൽ ഓറഞ്ച്, അതുപോലെ ഈ പൾസസ്, മഷ്റൂം, ഇതിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ വിറ്റാമിൻ ഡി ഉണ്ട്. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അയൺ കണ്ടൻറ്റ് വളരെ കുറവുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് പാല്. അപ്പോൾ പാല് മാത്രം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അയൺ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കഴിക്കേണ്ട വിറ്റാമിനുകൾ, പിന്നെ മിനറലുകൾ. ഇനി നമുക്ക് കലോറീനെ പറ്റി നോക്കാം. ഗർഭിണി അല്ലാത്ത ഒരു സ്ത്രീക്ക് വേണ്ടത് 2200 കലോറിയാണ് പെർ ഡേ. ഗർഭിണിക്ക് ഒരു 300 കലോറി കൂടെ കൂടുതൽ വേണം, അപ്പോൾ 2500. ഈ കലോറി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി, ഗോതമ്പ്, ഓട്സ്, ചീനി, അതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിൽ നിന്ന് ഇഷ്ടം പോലെ
കലോറി കിട്ടും. അതുപോലെ തന്നെ അടുത്തത് പ്രോട്ടീൻ ഗർഭിണിക്ക് വളരെ ആവശ്യം. അപ്പോൾ ഗർഭിണി അല്ലാത്ത ഒരു സ്ത്രീക്ക് വേണ്ടത് 1 gram per kg per day. ഇപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരു പെൺകുട്ടിയാണ്, അവർക്ക് ഗർഭിണി അല്ലാത്ത സമയത്ത് വേണ്ടത് 1 gram per kg per day. അപ്പോൾ 50 gram പ്രോട്ടീൻ പെർ ഡേ വേണം. അപ്പോൾ ആ സ്ഥാനത്ത് ഗർഭിണിക്ക് ഒരു 20 gram കൂടെ അതിൻ്റെ കൂടെ അഡീഷണൽ വേണം. അപ്പോൾ 50ഉം 20ഉം 70 gram പ്രോട്ടീൻ പെർ ഡേ വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരം കഴിക്കണം. അപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരം എന്ന് പറയുന്നത് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, പാൽ പ്രൊഡക്ട്സ്, മുട്ട, മീൻ, ഇറച്ചി, ഇതെല്ലാം ഇഷ്ടം പോലെ പ്രോട്ടീനുള്ളത്. ഇനി വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ പൾസസ്, പയറുവർഗ്ഗങ്ങളെല്ലാം ഇഷ്ടം പോലെ പ്രോട്ടീനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വോമിറ്റിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ ഇത് ആദ്യത്തെ 3 മാസം വോമിറ്റിംഗ്, മനം പുരട്ടൽ. ചിലർക്ക് അത് വളരെ കണ്ടിന്യൂസ് ആയിരിക്കും, ഒന്നും വയറ്റിൽ തങ്ങത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വെള്ളം കൂടുതലുള്ള ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ കഞ്ഞി, ഉപ്പിട്ട കഞ്ഞി, കഞ്ഞിവെള്ളം, കരിക്കിൻ്റെ വെള്ളം, നാരങ്ങ വെള്ളമൊക്കെ കൂടുതൽ കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ, അതും ഈ കഞ്ഞിയൊക്കെയാണ് അതിൻ്റെ അകത്ത് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ, ഇഡ്ഡലി, ദോശ, ഇതെല്ലാം കഴിക്കും. അപ്പോൾ ഇത് കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് കഴിക്കുക, അതായിരിക്കും നല്ലത്. ഒന്നിച്ച് ഒരു നല്ല എടുപ്പെടുക്കാതിരിക്കുക, കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും അധികം കഴിക്കാതിരിക്കുക. പിന്നെ ഈ ഛർദിൽ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ആൻറ്റിഎമീറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഛർദിക്കാതിരിക്കാനുള്ള മരുന്നുകളും ചിലപ്പോൾ ഡ്രിപ്പും ഒക്കെ ഇടേണ്ടി വരും. അതുപോലെ തന്നെ ഈ പുളി, എരി, മസാല ഇതുപോലുള്ള സംഗതികൾ കഴിവതും കുറക്കുക. അതുപോലെ തന്നെ ഭക്ഷണം വളരെ കുറേശ്ശെ ചവച്ചരച്ച് കുറച്ച് ടൈം എടുത്ത് കഴിക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ കിടക്കാതിരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ അധികം വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ ഈ ടെൻഷനൊക്കെ ഗർഭകാലത്ത് അവോയ്ഡ് ചെയ്യുക. ഈ ടെൻഷനൊക്കെ വരുന്നത് ഇതിനത്ര നല്ലതല്ല. ഇനി അടുത്ത ഒരു പ്രശ്നമാണ് മലബന്ധം. ഈ മലബന്ധം വരാതിരിക്കാൻ ഗർഭിണികൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങൾ കഴിക്കുക. ഈ പഴവർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ജ്യൂസല്ല, ആ പഴം ആസേവോൾ ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പിശിടെന്നും പറഞ്ഞ് നമ്മളെടുത്ത് കളയുന്ന ആ സംഗതികളിലാണ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത്. ഈ ഫൈബർ കണ്ടൻറ്റാണ് നമ്മളുടെ ശോധന നല്ല രീതിയിൽ നടക്കാൻ ആവശ്യമുള്ള ഒരു ഘടകമാണ്. പിന്നെ അടുത്തതായിട്ട് ഇഷ്ടം പോലെ പച്ചക്കറി കഴിക്കുക. പിന്നെ തവിട് കളയാത്ത അരി, ഓൾ വീറ്റ് ആട്ട, കൂടുതൽ വെള്ളം കുടിക്കുക, ഇതെല്ലാം ഗർഭിണി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ പച്ചക്കറിയുടെ കൂടെ തന്നെ ഇഷ്ടംപോലെ ഇലക്കറികൾ ഇതിന് നല്ലതാണ്. പിന്നെ തൈര് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗർഭിണി ശ്രദ്ധിക്കേണ്ട, നല്ലപോലെ രീതിയിൽ മലം പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കഴിക്കരുതാത്ത കുറേ ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ക്ലിനിക്കലി എങ്ങും പ്രൂവ്ഡ് അല്ല, എങ്കിലും നമുക്കിത് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറ കൈമാറി നമുക്ക് കിട്ടിയിട്ടുള്ള ചില അറിവുകളാണ്. അപ്പോൾ റിസ്ക് എടുക്കണ്ട എന്ന് വെച്ചുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ ഏറ്റവും പ്രധാനം പൈനാപ്പിളിൻ്റെ അകത്ത് ചില എൻസൈംസ് ഉണ്ട് പോലും. ഈ എൻസൈംസ് ഗർഭം അലസാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് ഒരു വെപ്പ്. മിസ്കാരേജ്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തതാണ് പപ്പായ.
ഈ നല്ലപോലെ പഴുത്ത പപ്പായ അല്ല, ഈ പച്ച അല്ലെങ്കിൽ ചെനച്ച പപ്പായ കൂടുതൽ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ലെന്നാണ് ഒരു വീട്. പിന്നെ കാപ്പി മാക്സിമം ഗർഭിണി ഒരു 2 കാപ്പി അതിൽ കൂടുതൽ കഴിക്കരുത്. പിന്നെ അടുത്തത്, പുകവലിക്കുന്ന സ്ത്രീകളാണെങ്കിൽ യാതൊരു കാരണവശാലും ഗർഭകാലത്ത് പുകവലിക്കരുത്. അതുപോലെ മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഗർഭകാലത്ത് മദ്യം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെയാണ് ഈ മെർക്കുറി കൂടുതലുള്ള കടൽ മത്സ്യങ്ങളുണ്ട്, അത് കൂടുതൽ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് അയില, ട്യൂണ, ചൂര, സ്രാവ്, തെരണ്ടി, അപ്പോൾ ഇതിലൊക്കെ മെർക്കുറി കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ് മുന്തിരിങ്ങായും അധികം കഴിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ കളറ്, ഇതൊന്നും ഭക്ഷണത്തിലധികം ഉള്ളിൽ ചെല്ലാതിരിക്കുന്നതാണ് ഗർഭകാലത്ത് നല്ലത്. അതുപോലെ തന്നെ മുട്ട, പാല്, ഇറച്ചി, മീൻ ഇവ നല്ലപോലെ വേവിച്ചത് മാത്രം കഴിക്കുക. ഇപ്പോൾ ചിലർ ഹാഫ് ബോയിൽഡ് മുട്ട കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പാല് തിളപ്പിക്കാതെ കഴിക്കുക. ഇതൊന്നും യാതൊരു കാരണവശാലും ഗർഭിണിക്ക് കൊടുക്കരുത്. ഗർഭിണിക്ക് ഇതെല്ലാം നല്ലപോലെ വേവിച്ച് മാത്രം കഴിക്കുക. പിന്നെ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിപ്പ് ഗർഭകാലത്ത് വേണ്ടാന്ന് വെക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഭകാലത്ത് ഒരു ഫുഡ് പോയിസണിങ് ഒന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റിയില്ലെന്നിരിക്കും. അപ്പോൾ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരു ഫുഡ് പോയിസണിങ് ഒക്കെ വരികയാണെങ്കിൽ അത് മിക്കവാറും പ്രശ്നമാകാനാണ് സാധ്യത. അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ഭക്ഷണം വേണ്ട. അതുപോലെ തന്നെ ഈ മുരിങ്ങയുടെ ഇല, ഇത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നേരത്തെ അലർജി വന്നിട്ടുള്ള ഏതെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ആശുപത്രിയിൽ തന്നെ ഞണ്ടിന് അലർജി ഉള്ളവരുണ്ട്, കൊഞ്ചിന് അലർജി ഉള്ളവരുണ്ട്, അതുപോലെ കക്കയിറച്ചി കഴിക്കുമ്പോൾ അലർജി. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഭക്ഷണത്തിന് നേരത്തെ അലർജി ഉണ്ടെങ്കിൽ അത് യാതൊരു കാരണവശാലും ഗർഭകാലത്ത് കഴിക്കാതിരിക്കും. അതുപോലെ എരിവ് വളരെ കുറച്ച് കഴിക്കും. ജങ്ക് ഫുഡ്, കോള മുതലായവ കഴിവതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഈ പിസ്സ അതുപോലുള്ള സംഗതികളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ പച്ചക്കറി, പഴങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ തൊലി ചെത്തി കഴിക്കുക. ഇപ്പോൾ തൊലി ചെത്താതെ കഴിക്കുന്ന തരം ഭക്ഷണങ്ങൾ, പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ ആണെങ്കിൽ അത് നല്ലപോലെ സോപ്പിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊക്കെ ഇഷ്ടംപോലെ രാസവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കീടനാശിനികളൊക്കെ, അത് ഗർഭിണിക്ക് ഉള്ളിൽ ചെല്ലുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഈ കീടനാശിനി കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം കഴിക്കാൻ. അതുപോലെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഈ സോഡ പോലുള്ള സംഗതികൾ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ച് കയറ്റിയിട്ടുള്ള സംഗതികൾ കഴിക്കാതിരിക്കും. അടുത്തതായിട്ട് ഗർഭിണി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഈ യാത്രയാണ്. അപ്പോൾ അവർക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യാം, ട്രെയിനിൽ യാത്ര ചെയ്യാം, ബസ്സിൽ, കാറിൽ, ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ പാടില്ലാത്തത് ഈ ജർക്കിങ് കൂടുതലുള്ള ഓട്ടോറിക്ഷ, ബൈക്ക്, ഇതുപോലുള്ള സംഗതികൾ. അതുപോലെ തന്നെ ഒരു ദൂരയാത്ര പോവുകയാണെങ്കിൽ ഈ ഗർഭിണി അവരെ നോക്കുന്ന ഒരു ഡോക്ടർ കാണുമല്ലോ, അദ്ദേഹത്തിനോട് ചോദിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു അനുവാദം വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഈ ഗർഭകാലത്തെ വെയിറ്റ് ഗെയിനാണ്. ആദ്യത്തെ 3 മാസം ഈ ഛർദിൽ, മനം പുരട്ടൽ, ചിലപ്പോൾ കൂടുതൽ ഛർദിൽ, ഹൈപ്പറെമിസിസ്, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മിക്കവാറും 1-2 കിലോ ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അത് ഒരു ആഴ്ചയിൽ 500 ഗ്രാം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 kg. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 12 kg വരെ ഒരു ഗർഭകാലത്ത് ഒരു സ്ത്രീക്ക് വെയിറ്റ് കൂടാം. ഇനി റെസ്റ്റ്, ഒരു ഗർഭിണി ഒരു 8 മണിക്കൂർ ഉറങ്ങണം.
അത് കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ഇനി ഡ്രഗ്സിൻ്റെ കാര്യം, ഈ ഗർഭിണികൾ യാതൊരു കാരണവശാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെത്താൻ ഒരു മരുന്ന് കടയിൽ പോയി മേടിച്ച് കഴിക്കരുത്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുള്ള മരുന്നുകൾ മാത്രമേ കഴിക്കാവൂ. പിന്നെ എക്സർസൈസ്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് നടത്തം പോലുള്ള എക്സർസൈസുകൾ ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ കട്ടിപ്പണി, തൂമ്പെടുത്ത് കിളക്കുക, കോടാലി എടുത്ത് കീറുക, അതുപോലുള്ള കട്ടിപ്പണികളൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഗർഭിണി അറിഞ്ഞിരിക്കേണ്ട മിക്കവാറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊന്ന് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.